ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഓഹരി വിപണി കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തനെ ഇടിഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും? കോവിഡ് കാലത്തിന് ശേഷം ഓഹരി വിപണിയിലേക്ക് കുതിച്ചെത്തിയവരാകട്ടെ ആകെ അങ്കലാപ്പിലുമാണ്. ഇങ്ങനെ ഓഹരി വിപണി ഇടിയാൻ കാരണം എന്തായിരിക്കും? ഇപ്പോൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതാണോ അതോ പിൻവാങ്ങുന്നതാണോ ഏറ്റവും ഉചിതം? നമുക്ക് പരിശോധിക്കാം. തകർച്ചയുടെ ആദ്യത്തെ പഴി ഡൊണാൾഡ് ട്രംപിനാണ്. വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചതോടെ ലോകമെങ്ങും സമ്പദ് വ്യവസ്ഥകൾ അനിശ്ചിതാവസ്ഥയിലായി. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പിന്മാറുന്നത് അടുത്ത കാരണം. ഡോളർ കരുത്തുകാട്ടുകയും രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുകയും ചെയ്യുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഉണർവില്ലായ്മയും ഉൽപാദനമാന്ദ്യവും കോർപ്പറേറ്റുകളുടെ വരുമാന തകർച്ചയും മറ്റൊരു കാരണം. ഇതിനെല്ലാം ഇടയിൽ ആനുപാതികമല്ലാതെ കുറെ മാസങ്ങളിൽ കുതിച്ചു കയറിയ ഓഹരി വിപണി ഒരു തിരുത്തലിലൂടെ കടന്നു പോവുകയാണ്. ഇനിയാണ് $1,000,000 ചോദ്യം. നഷ്ടം സഹിച്ച് ഉള്ളതും വാങ്ങി സ്ഥലം കാലിയാക്കണോ അതോ കാത്തിരിക്കണോ? ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് നിക്ഷേപത്തിന്റെ കാതൽ. കാത്തിരിക്കാനുള്ള ക്ഷമയാണ് നിക്ഷേപത്തിൽ തുറപ്പുചീട്ട്. നല്ല അടിസ്ഥാനമുള്ള ഓഹരികളിൽ നിക്ഷേപിച്ചവർക്ക് ശക്തമായ ഓരോ ഇടിവും പുതിയ നിക്ഷേപത്തിനുള്ള അവസരമാണ്. അപ്പർ സർക്യൂട്ടിലോടുന്ന ഓഹരികളുടെ പിറകെ കണ്ണുമടച്ചു വാഞ്ഞവർക്കാണ് ഇപ്പോൾ കൂടുതൽ പരിഭ്രാന്തി. ഫണ്ടമെന്റൽസ് നോക്കിയാണ് ഓഹരി തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നിക്ഷേപം ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഇപ്പോഴത്തെ ആഘാതത്തിന് ആനുപാതികമല്ലാത്ത വിധം വിലയിടിഞ്ഞു നിൽക്കുന്ന ബ്ലൂ ചിപ്പ് ഓഹരികൾ കണ്ടെത്തി നിക്ഷേപിക്കാനും കാത്തിരിക്കാനും തയ്യാറുള്ളവർ നാളെയുടെ ഭാഗ്യവാന്മാർ. തകർന്ന് നിലം പറ്റി നിൽക്കുന്ന എല്ലാ സ്റ്റോക്കും നിക്ഷേപിക്കാൻ കൊള്ളാവുന്നവയല്ലെന്ന് കൂടി ഓർക്കണം.